ഈ മെഴുകുതിരിയുടെ സ്മെല്ല് എല്ലാവരെയും അത് റൊമാൻറ്റിക് ആക്കും. ഞാനിത് ഓൺലൈനിൽ നോക്കി വാങ്ങിയതാ. എന്താടോ എനിക്ക് അസിഡിറ്റി കാരണം ജീവൻ പോവുകയാണ്. നീ ഇവിടെ നിന്ന് റൊമാൻസിനെ കുറിച്ച് സംസാരിച്ചിട്ട് നീ വായി തോന്നിയത് പറയാതെ പ്രഭ. നിങ്ങൾക്ക് എന്തായി പറ്റിയത്? നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ മൊത്തം മരുന്നുകളും ചികിത്സയും മാത്രമേ ഉള്ളൂ. ചിലപ്പോ നിങ്ങൾക്ക് ഗ്യാസ്, ചിലപ്പോ ആസിഡിറ്റി, അതുപോലെ ഇതൊരു ജീവിതമാണോ? അപ്പൊ നീ ആദ്യം പാചകം ചെയ്യാന്നൊന്ന് പഠിക്ക്. ഏതൊക്കെയോ മസാല വെച്ച് എന്തൊക്കെയോ പാചകം ചെയ്ത് വെക്കുക. എനിക്ക് സാധാരണയായിട്ടൊന്ന് ഭക്ഷണം ഉണ്ടാക്കി താ. അതായത് ഇപ്പോ എല്ലാം എന്റെ തെറ്റാണെന്നാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാനൊരു പെൺകുട്ടിയാണ്. എനിക്കും എന്റെ ഭർത്താവിന്റെ സ്നേഹം വേണം. എനിക്കും അദ്ദേഹത്തിന്റെ അറ്റൻഷൻ വേണം. അല്ല പ്രഭ, ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ ഭർത്താക്കന്മാര് അവരുടെ ഭാര്യമാരെ ഒത്തിരി സ്നേഹിക്കുന്നു, അവരോടൊപ്പം ഇരുന്ന് ധാരാളം വർത്താനം പറയുന്നു. ഇവിടെ നിങ്ങളാണെങ്കിൽ ദിവസം മുഴുവൻ ഒന്നില്ലെങ്കിൽ ബിസിനസിന്റെ കാര്യം പറയും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം മരുന്നുകളുമാണ്. സ്വന്തം കല്യാണത്തെക്കുറിച്ച് എനിക്ക് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു, എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ജീവിതത്തിന്റെ പുസ്തകത്താളുകളിൽ നിന്ന് എല്ലാ നിറങ്ങളും നഷ്ടമായെന്ന. ഒരു പ്രതീക്ഷയില്ല, ഒരു ഗുണവുമില്ല. ഇതാ ഇഞ്ചി, ഇത് നന്നായിട്ട് കടിച്ചു വെച്ച് കഴിക്ക്. ഇത് കഴിച്ച് ആസിഡിറ്റി ഒക്കെ മാറിക്കോളും. കഴിക്കേ. നിനക്ക് എന്തിനാ ഇങ്ങനെ ദേഷ്യം വരുന്നുവെന്തോ? ഹേ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നിന്നെ വീട് മുഴുവനെ അന്വേഷിക്കുക ഞാൻ. കഴിക്കാൻ വല്ലതും ഉണ്ടോ? എനിക്ക് പണിക്ക് പോകാനുള്ളതാ. എന്തിനാ? നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ച ആസിഡിറ്റി ഉണ്ടാവുകയല്ലേ? അതുപോലെ എന്താ പറഞ്ഞത്? എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ പോലും അറിയില്ലെന്ന് അല്ലേ? എന്താ? ഞാൻ വേറൊരു അർത്ഥത്തിലാ പറഞ്ഞ. അതും വച്ചിട്ട് പ്രഭ, നീ ഇങ്ങനെ ദേഷ്യത്തോടെ പാചകം ചെയ്യാൻ പോകണ്ട. നിനക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ അത് തുറന്ന് പറഞ്ഞേക്ക്, ഞാൻ പുറത്ത് കഴിച്ചോളാം. ശരിയല്ലേ പറഞ്ഞത്? എന്ത് വ്യത്യാസം ഉണ്ടവന? ഞാൻ ചിരിക്കുകയാണോ, ഞാൻ കരയാണോ, ഉള്ളിന്ന് തകരുകയാണോ, ജീവിക്കുകയാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം നടന്നാൽ മതിയല്ലോ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചു കഴിഞ്ഞു, നിങ്ങളുടേതായ രീതിയിൽ മാത്രം. നിങ്ങളിപ്പോ വാർദ്ധക്യത്തിലേക്ക് നടക്കുകയാണ്. പക്ഷെ ഞാനിപ്പോഴും എന്റെ ജീവിതത്തിന്റെ യൗവനത്തിലാണുള്ളത്. എനിക്കും എന്റേതായ സ്വപ്നങ്ങളില്ലേ, നടക്കാത്ത ആഗ്രഹങ്ങളില്ലേ? നിങ്ങൾ പറ, ഇതൊന്നും നേടാനുള്ള അവകാശം എനിക്കില്ലേ? പ്രഭ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് എന്തു പറ്റി? നിങ്ങളൊരു വയസ്സനായിരിക്കെ, വയസ്സൻ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനാവശ്യമാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിന്റെ സംസാരം കൂടുന്നുണ്ട്, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അതെ, ഞാൻ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മര്യാദകേടായി തോന്നും. അനു പറയുന്നത് ശരി തന്നെയാ. ഒരു വയസ്സൻ ഭർത്താവിന് നിന്നെ ഒരിക്കലും സന്തോഷിപ്പിക്കാനാവില്ലെന്ന്. നിങ്ങൾ പ്രായം കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ട് നിങ്ങളൊരു വൃദ്ധരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ടുള്ള ഈ കല്യാണം ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. എന്റെ അറിവിൽ പ്രഭ, എന്റെ വയസ്സ് എന്താണെന്ന് നിന്റെ അമ്മയ്ക്കും അച്ഛനും നന്നായി അറിയാം. അതുമല്ലാതെ എന്റെ ജോലിയെ പറ്റിയിട്ടും അവർക്കറിയാം. നോക്കൂ, ആരും നിന്നെ നിർബന്ധിച്ച് എനിക്ക് കല്യാണം കഴിപ്പിച്ച് വെച്ചിട്ടില്ല. നീ ആഗ്രഹിച്ചാണ് എന്നെ കല്യാണം കഴിച്ചത്. അതാണല്ലോ ഞാൻ വഞ്ചിക്കപ്പെട്ടത്. എനിക്കറിയില്ലായിരുന്നല്ലോ നിങ്ങൾ വൃദ്ധനായതുകൊണ്ട് എന്റെ സന്തോഷങ്ങളൊന്നും ഇല്ലാതാകുമെന്ന്. എന്റെ സ്വപ്നങ്ങളുമായി ഞാൻ തുടങ്ങിയ ഈ യാത്ര ഇതെന്റെ ചിറകരിയെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചത് പോലുമില്ല. വലിയ വലിയ കാര്യങ്ങളാണല്ലോ സംസാരിക്കുന്നത് പ്രഭ. ഇതൊക്കെ എന്റെ അടുത്ത് പറയുന്നതിന് മുമ്പ് ആദ്യം നിന്റെ അച്ഛനോട് ചെന്ന് പറ.
ശരിയായ സമയത്തിന് അദ്ദേഹത്തിന് ഞാൻ കാശ് കൊടുത്ത് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നീയും നിന്റെ കുടുംബവും തെരുവിലായിരുന്നിരിക്കും. നിന്റെ സ്വപ്നം, ആഗ്രഹം ഇപ്പൊ നീ വിളിച്ചു പറഞ്ഞില്ലേ? പ്രഭ, ഒന്ന് മനസ്സിലാക്ക്, പോക്കറ്റിൽ കാശില്ലെങ്കിൽ വിശക്കും. ഈ സ്വപ്നങ്ങളെല്ലാം ഭിക്ഷക്കാരന്റെ കയ്യിലുള്ള ചട്ടിയിലുള്ള ചില്ലറ പോലെ കാണാൻ കൊള്ളായിരുന്നിരിക്കും. പെൺകുട്ടിയാണ്, യവനത്തിലാണ്, അതുപോലെ സുന്ദരിയുമാണ്. പക്ഷെ എന്നിട്ടും ഞാൻ എന്നേക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരാളുമായിട്ട് ഇടയ്ക്കെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രീതം, ഞാൻ ഈ ബന്ധം വേണ്ടാന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നിങ്ങൾ വയസ്സനായിരിക്കണം, വയസ്സൻ. പ്രീതം, ഈ ബന്ധം ഞാൻ വേണ്ടെന്ന് വെച്ചാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഇവളെന്തിനാ ഈ സമയത്ത് എന്നെ വിളിക്കുന്നത്? അനു, ഒരുപക്ഷെ നീ സത്യ പറഞ്ഞത്. ഒരു വയസ്സൻ ഭർത്താവിന് തന്റെ ഭാര്യയെ സന്തോഷത്തോടെ ഇരുത്താനാവില്ല. ഒരിക്കലും അവളെ മനസ്സിലാക്കാനേ ആവില്ല. എന്തു പറ്റി? വീണ്ടും നിന്റെ ഭർത്താവിന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയോ? എന്ത് വഴക്ക്? പ്രീതത്തിനെ സംബന്ധിച്ച് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അലങ്കരിച്ച് വെക്കാവുന്ന ഒരു ഭംഗിയുള്ള പാവ മാത്രമാണ്. അതിന് അതിൻ്റെതായ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഇല്ല. ഇനി എനിക്ക് സഹിക്കാൻ വയ്യാനും. അങ്ങേരെന്റെ ആത്മാഭിമാനത്തെ മണ്ണിലിട്ട് ചവിട്ടി അരച്ചു. മതിയാനും, ഞാൻ തീരുമാനിച്ചു, ഇനി എനിക്ക് അങ്ങേരോട് ജീവിക്കാനാവില്ല. പ്രഭ, ഇങ്ങനെ വീട്ടിത്തരം പറയരുതേ. അയാൾ നിന്റെ ഭർത്താവാണ്, കുറച്ച് വയസ്സായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് നീ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. കൂടെ ജീവിച്ചിട്ടും കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഉപേക്ഷിക്കുന്നതിൽ എന്താ പ്രശ്നം? ഇവിടെ നോക്ക് പ്രഭ, നിന്റെ ഭർത്താവ് നിന്നെക്കാളും വയസ്സിൽ മൂത്തത് തന്നെയാ. നിന്റെ ആഗ്രഹങ്ങളൊന്നും അയാൾ മനസ്സിലാക്കില്ല. പക്ഷെ എന്ന് വെച്ചാൽ അയാൾ കളഞ്ഞിട്ട് പോകുന്ന തീരുമാനം എടുക്കരുത്. ഇപ്പൊ എന്റെ കാര്യം നോക്ക്, കടം വാങ്ങി സലീൽ അവന്റെ ബിസിനസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിന്റെ ഭർത്താവ് കഞ്ചൂസ് ആയിരിക്കാം, പക്ഷെ അയാളുടെ പണമുണ്ട്. വീട്, വസ്തുക്കൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാളുടെ ഉണ്ട്. അതെല്ലാം നിനക്ക് സ്വന്തമാണ്. അതെല്ലാം നീ വിട്ടിട്ട് വരാൻ പാടില്ല. അതിന് പകരമായിട്ട് അയാളുടെ മനസ്സിൽ കയറി പറ്റിയ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. അനു, സാധ്യമല്ലാത്തൊരു കാര്യമാണ് നീ എന്നോട് ചെയ്യാൻ പറയുന്നത്. നനഞ്ഞ വിറകിൽ ഒരിക്കലും തീ പിടിക്കില്ല. ശരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. അത് നനഞ്ഞ വിറകിനെ പോലും നന്നായിട്ട് കത്തിക്കും. ഓക്കെ ആണോ? അതായത് എനിക്കൊരാളെ അറിയാം, താന്ത്രിക ബാബ. അദ്ദേഹം ഒരു തവണ എന്നെ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. സലീലില്ലേ, അവനാണെങ്കിൽ ഒരു പെണ്ണിന്റെ കൂടെ ഇവിടെ അടിച്ചു പൊളിച്ച് നടക്കുമായിരുന്നു. അപ്പൊ ബാബയാണ് ഒരു അതിശയം ചെയ്തത്. ആ പെണ്ണുണ്ടല്ലോ, സലീലിന്റെ ജീവിതത്തിനെ ഓടിപ്പോയി. അതിനുശേഷം സലീലിനെ എനിക്ക് തിരിച്ചു കിട്ടി. നീ എന്തേ പറയുന്നു? അതെ പ്രഭ, ബാബയ്ക്ക് അത് ചെയ്യാൻ കഴിയും. ഉറപ്പായിട്ട് നിന്റെ പുരുഷനെ നിന്റെ പുറകെ നടത്തിപ്പിക്കും. അതിനുശേഷം നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറാവും. അനു, ഇത് ശരിക്കും നടക്കോ? ഞാൻ ബാബയെടുത്ത് സമയം ചോദിച്ചിട്ട് ഞാൻ നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. അപ്പോഴേ നിനക്ക് വിശ്വാസമാവുള്ളൂ. ശരി, എന്നാ ശരി, ബൈ.
വൃദ്ധരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ടുള്ള ഈ കല്യാണം ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. അതെ, നിങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. ലഞ്ചെങ്കിലും എടുത്തിട്ട് പോ. ഇതാ നിങ്ങളുടെ ലഞ്ച്. ഹലോ, ആ പ്രഭ, ബാബ ഇന്ന് 12 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് സാധനത്തിനാണോ ടേസ്റ്റ് ഇല്ലാത്തത് അത് വേസ്റ്റ് കുട്ടയിലിടേണ്ടതാണ്. ശരിക്കും നിന്റെ ആഗ്രഹം എന്താണ്? അദ്ദേഹം വീണ്ടും യൗവനമാകണമെന്നാണോ? തീയെ സ്പർശിക്കുന്നതിന് മുന്നേ ആയിട്ട് അത് കത്തിക്കേണ്ടത് ആവശ്യമാണ്. എനിക്കൊന്നും മനസ്സിലായില്ല സ്വാമി. നിന്റെ ഭർത്താവിന്റെ മനസ്സ് വീണ്ടും 25 വയസ്സുള്ള ആളെ പോലെ തുള്ളിക്കളിക്കേണ്ടതാണ്. ശരീരം കൊണ്ടായാലും ശരി, മനസ്സ് കൊണ്ടായാലും ശരി. അതുമാത്രമല്ല, നിന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ അദ്ദേഹം നിറവേറ്റും. അതിനു വേണ്ടിയിട്ട് നീ ഒരു പൂജ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. പറയ്, നിന്നെ കൊണ്ട് സാധിക്കുമോ? ഞാനത് ചെയ്യാം. ശരി. ഇന്ന് തൊട്ട് 15 ദിവസത്തിനു ശേഷം ശനിയാഴ്ച വൈകുന്നേരം 12:55 മുന്നേ ആയിട്ട് ഇത് തീർപ്പാക്കിയേ പറ്റൂ. ഇത് നിങ്ങൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ നിന്റെ ഭർത്താവ് പുതിയ യൗവനത്തോടെ, പുതിയ ശരീരത്തോടെ, തുള്ളിക്കളിക്കുന്ന ആഗ്രഹവുമായിട്ട് നിന്റെ മുന്നിൽ ഒരു കുതിരയെ പോലെ അദ്ദേഹം നിൽക്കുന്നതായിരിക്കും. പക്ഷെ അതിനുവേണ്ടി നീ ചെയ്യേണ്ടതൊക്കെ കുറച്ച് കഠിനമായ കാര്യങ്ങളാണ്. അത് കോസ്റ്റ്ലിയുമാണ്. 10 ലക്ഷം രൂപ ചെലവാകും അതിന്. അങ്ങ് പറയുന്നത് പോലെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. വളരെ നല്ല കാര്യം. ഇത് ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നേ ആയിട്ട് നീ പകൽ സമയത്ത് ഒരു പ്രാവശ്യം മാത്രമേ ഫുഡ് കഴിക്കാവൂ. നിനക്ക് ഞാനൊരു മന്ത്രം തരാം. അത് നീ 11,000 പ്രാവശ്യം ചൊല്ലണം. 11,000-ൽ ഒരു പ്രാവശ്യം പോലും കുറയാൻ പാടില്ല, അധികമാവാനും പാടില്ല. ഓർമ്മയിലിരിക്കട്ടെ. ഇത് നീ ചെയ്യുന്ന അന്ന് രാത്രി സമയം 12:55 ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രവും ചൊല്ലി നീ നിന്റെ ഭർത്താവിൻ്റെ വയറ്റിൽ ഞാൻ തരുന്ന ദൈവിക കത്തി കുത്തിയിറക്കണം. ആ സമയത്ത് നിന്റെ ഭർത്താവിൻ്റെ രക്തം ഈ ഭൂമിയിൽ വീഴും. ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. എന്താണെന്ന് വെച്ചാൽ അത് കാരണം നിന്റെ ഭർത്താവ് മരിക്കാനൊന്നും പോകുന്നില്ല. ഇനിയും പറയുകയാണെങ്കിൽ, ഇത് നീ ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ നിന്റെ കൺമുന്നിൽ നിൽക്കാൻ പോകുന്ന ആ മനുഷ്യൻ നിന്റെ ആഗ്രഹം പോലെ തന്നെ വളരെ യൗവനമായിരിക്കും. മനസ്സിൽ ആഗ്രഹവുമുണ്ട്, അതിനേക്കാളും അധികമായിട്ട് ഭയവുമുണ്ട്.